ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവർക്ക് നേരിടുന്ന പ്രധാന പ്രശ്നമാണ് യാത്രയിൽ റേഞ്ച് കട്ടാവുക എന്നത്. എന്നാൽ ഇൻ്റർനെറ്റ് ഇല്ലാതെ എങ്ങനെയാണ് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുക എന്ന് നമുക്ക് നോക്കാം. ഗൂഗിൾ മാപ്പിൽ എങ്ങനെയാണ് ഓഫ്ലൈനായിട്ട് മാപ്പ് സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ഗൂഗിൾ മാപ്പ് സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് എവിടെയാണോ പോകേണ്ടത് ആ ഒരു പ്ലേസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ചൂസ് യുവർ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്യുന്നു. എവിടെയാണോ പോകേണ്ടത് ആ സ്ഥലം നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എറണാകുളം എന്ന് ടൈപ്പ് ചെയ്യുന്നു. എറണാകുളത്തേക്ക് പോകേണ്ട മാപ്പാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ടൈം ഇവിടെ താഴെ കാണിക്കുന്നത് 42 മിനിറ്റ് 19 കിലോമീറ്ററുണ്ട്. ഇനി മാപ്പ് നമുക്ക് ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. റൈറ്റിലേക്ക് ഞാൻ എൻ്റെ മെനു സ്വൈപ്പ് ചെയ്യുന്നു. സ്വൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് മെനൂസ് കാണാം. അതിൽ ഓഫ്ലൈൻ ഏരിയ എന്ന് പറയുന്ന ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഓഫ്ലൈൻ ഏരിയ ക്ലിക്ക് ചെയ്ത ശേഷം കസ്റ്റം ഏരിയ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എവിടെയാണോ പോകേണ്ടത് ആ സ്ഥലം ഇതിൽ ഡൗൺലോഡ് ആകാൻ പോവുകയാണ് ചെയ്യുന്നത്. ഡൗൺലോഡ് ചെയ്യുന്നു. ആ ഓഫ്ലൈനായിട്ട് ഏരിയ ഡൗൺലോഡ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇനി ഞാൻ ഇൻ്റർനെറ്റ് ഡിറ്റാച്ച് ചെയ്യുകയാണ്. ഇൻ്റർനെറ്റ് ഇപ്പോൾ എൻ്റെ മൊബൈലിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് എടുക്കുന്നു. ഞാൻ എൻ്റെ മൊബൈൽ വീണ്ടും ഗൂഗിൾ മാപ്പ് എടുക്കുന്നു. പോകേണ്ട സ്ഥലം ചൂസ് ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഡൗൺലോഡ് ചെയ്ത ഓപ്ഷൻ താഴെ കാണാൻ പറ്റും. ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഓഫ്ലൈനായിട്ടാണ് ആ പ്ലേസ് കാണുന്നത്. നമുക്ക് എവിടെയാണോ പോകേണ്ടത് ആ സ്ഥലം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഏരിയ ഇപ്പോൾ മൊബൈലിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ യാത്ര പുറപ്പെടാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് GPS നമ്മൾ ഒരിക്കലും നമ്മുടെ മൊബൈൽ ഫോണിൽ GPS നമ്മൾ ഡിസേബിൾ ചെയ്യരുത്. ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓഫ്ലൈൻ മാപ്പ് വർക്ക് ചെയ്യുന്നതല്ല. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ.